ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു യൂട്യൂബ് ചാനലോട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് തെങ്കാശി വരെ പോവുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ ഒരു ബ്രദറും ഉണ്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ കുറ്റാലം ഉണ്ട്. അപ്പം ഞാനിതുവരെ അവിടെ കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ച് അങ്ങനെ നേരെ വിട്ട്. അപ്പം എൻ്റെ വീട് കൊളത്തൂപ്പുഴ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും ബൈക്കിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ആൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ക്യാമറ പറയുന്ന എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുമില്ല. അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത്, അപ്പോൾ ഞാൻ ചെങ്കോട്ടയൊക്കെ ഞങ്ങൾ പാസ് ചെയ്ത് ചെങ്കോട്ടയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കുറ്റാലം വരെ പോകാൻ. അങ്ങനെ നേരെ കുറ്റാലം പോയി കണ്ടിട്ട് ഞങ്ങൾ നേരെ പിന്നെ തെങ്കാശി പോയി കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനെന്തൊക്കെ മേടിച്ച്. അപ്പോൾ അതിൻ്റെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ കുറ്റാലത്ത് പോകാനുള്ളൊരു പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇനി അതിന് വേണ്ടി പ്രത്യേകിച്ച് ഇനി വരണമെന്നില്ല. പോകുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആടുകളെയും കൊണ്ടൊക്കെ പോകുന്നതും ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലിപ്പം തെങ്ങ് വളരെ കുറവല്ലേ, പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഫുള്ള് തെങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അത്യാവശ്യം ബ്ലോക്കിൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. ചെങ്കോട്ട് ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ നിന്ന്. പിന്നെ എന്ന് വെച്ചാൽ നമുക്കധികം വലിയ വെയിലില്ലാത്തത് ഏറ്റവും നല്ല ഭാഗ്യമായിരുന്നു. കാരണം നല്ല വെയിലുള്ള ഭാഗങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം പോയപ്പം, ഇപ്രാവശ്യം എന്നല്ല, ഞാൻ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. എന്തായാലും തെങ്കാശി പോയപ്പം വെയിലില്ലായിരുന്നു. എന്തായാലും അത്യാവശ്യം ചെറിയ വെയിലേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് നല്ല ബ്ലോക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ കുറ്റാലം വന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്താണ് ഇത്രയും ഇവിടുത്തെ ഒരു ഇതൊന്ന് ഭയങ്കര ആളായിരുന്നു. അത്യാവശ്യം നല്ലപോലെ ആൾക്കാരുണ്ട്. പിന്നെ അവിടുന്ന് ഏറ്റവും കൂടുതൽ അവിടെ പർച്ചേസിങ്ങിനാണ്. ഒരുപാട് ഇതുണ്ട്. ടാറ്റു ആയാലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് ചീപ്പ് റേറ്റിന് ഓരോ സാധനങ്ങൾ കിട്ടും. അപ്പം എൻ്റെ അത് മേടിക്കാൻ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് നോക്കിയില്ല. പിന്നെ അവിടെ നേരെ ഞങ്ങൾ കഴിക്കാൻ കയറി. റഹബ് എന്ന് പറയുന്നൊരു ഹോട്ടലിലേക്ക് കയറി കഴിച്ച്. പിന്നെ തെങ്കാശി ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടും വന്നു. അപ്പോൾ ഇതാണ് ചെങ്കോട്ട എസ് വളവ്. ഇവിടുന്ന് അത്യാവശ്യം വീഡിയോ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം എപ്പോഴാണ് വണ്ടി വരുന്ന അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്രയും കഴിഞ്ഞ് വീട്ടിൽ ഒരു 3:30 ആയപ്പോൾ എത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ് ചെയ്ത് ഒന്ന് കൂടെ നിൽക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ, ബായ്.